വിഘ്നേശ്വരായ നമഃ. ഓം നമഃശിവായ. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 2024 പണം വാരിക്കൂട്ടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ഈ നക്ഷത്രക്കാർക്ക് ധാരാളം സമ്പത്ത് വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും. പല വഴികളിലൂടെ ധനം ഇവർക്ക് ലഭിക്കും. ലോട്ടറി, ചിട്ടി, ഇൻഷുറൻസ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് തുടങ്ങിയ വഴികളിലൂടെ കോടീശ്വര യോഗം വരെ ലഭിക്കുന്ന രാശിക്കാരുണ്ട്. ധനകാരകനായ വ്യാഴത്തെ കൊണ്ടാണ് ധനം, സമ്പത്ത് എന്നിവയെ ചിന്തിക്കുന്നത്. വ്യാഴം അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ധനം ധാരാളം കിട്ടുമെന്നതിൽ സംശയമേ വേണ്ട. പൊതുവെ ജാതകാൽ വ്യാഴം 2, 5, 7, 9, 11 ഭാവങ്ങളിൽ നിന്നാൽ ആ ജാതകന് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ഇവിടെ നമ്മൾ പറയുന്നത് 2024 ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് പണം ധാരാളം ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ്. മെയ് മാസം വ്യാഴം അനുകൂലമായി വരുന്ന രാശിക്കാർ, അതിലെ നക്ഷത്രക്കാർക്ക് സമ്പത്ത് ധാരാളം ഉണ്ടാകുമെന്നതിൽ സംശയമൊന്നും വേണ്ട. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യം ലഭിക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപായി നമ്മുടെ പ്രേക്ഷകരാരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. 2024 ഏതൊക്കെ നക്ഷത്രക്കാരാണ് പണം വാരിക്കൂട്ടാൻ പോകുന്നത്? ആദ്യം മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽപാദം വരുന്ന നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യാനുഭവം വരാൻ പോകുന്നത്. ഇവർക്ക് വ്യാഴം 2024 മെയ് മാസം മുതൽ ധനസ്ഥാനത്ത്, അതായത് നിങ്ങളുടെ രാശിയുടെ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പണം ധാരാളം ലഭിക്കുന്നതാണ്. ചിലർക്ക് കോടീശ്വര യോഗം ഉണ്ടാകും. കൂടാതെ ശനി ഇവർക്ക് സർവാഭിഷ്ടസ്ഥാനമായ 11ൽ സഞ്ചരിക്കുന്നതിനാൽ കൂടുതൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ശനിയും വ്യാഴവും കൂടി ചേർന്ന് ഈ 3 നക്ഷത്രക്കാർക്ക് അതിയായ സമ്പത്ത് നൽകുന്നതാണ്. അടുത്തതായി ധനം ധാരാളം വന്നു ചേരുന്ന അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ കന്നി രാശിയിലെ ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം ചേരുന്ന നക്ഷത്രക്കാരാണ്. ഇവർക്ക് മെയ് മാസം മുതൽ, അതായത് മെയ് 1 മുതൽ വ്യാഴം ഭാഗ്യസ്ഥാനമായ 9ൽ സഞ്ചരിക്കുന്നു. കൂടാതെ ഒരു ബോണസ് എന്ന നിലയ്ക്ക് ശനി 6ലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കന്നി രാശിയിലെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ധാരാളം പണം വന്നു ചേരും. ചിലർ കോടീശ്വരന്മാരാകാനുള്ള അവസരവും ഉണ്ടാകുന്നതാണ്. ധനത്തിന് ഇക്കൂട്ടർക്ക് ഒരു കുറവും ഉണ്ടാകില്ല. ഇനി അടുത്തതായി ധനം വളരെയധികം വന്നു ചേരുന്ന നക്ഷത്രക്കാർ കർക്കിടകൻ രാശിയിലെ പുണർതം അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ്. ഇവർക്ക് വ്യാഴം മെയ് മാസം മുതൽ സർവാഭിഷ്ടസ്ഥാനമായ 11ാം ഭാവത്തിൽ, അത് ലാഭസ്ഥാനം കൂടിയാണ്, ഇടവൻ രാശിയിൽ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഈ നക്ഷത്രക്കാരെ 2024 കാത്തിരിക്കുന്നത് അതിസമ്പന്ന യോഗമാണ്. നാനാ വഴികളിലൂടെ ഇവർക്ക് പണം വന്നു ചേരും. പ്രത്യേകിച്ച് പുണർതം നക്ഷത്രക്കാർക്ക് കോടിപതികളാകാനുള്ള യോഗം കാണുന്നു. കാരണം പുണർതം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ നക്ഷത്രം കൂടിയാണ്. അതിനാൽ ഇവർക്ക് കൂടുതൽ അവസരങ്ങൾ ഉള്ളതായി കാണുന്നു. അപ്പോൾ മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങളും കർക്കിടകൻ രാശിയിലെ പുണർതം, പൂയം, ആയില്യം നക്ഷത്രക്കാരും കന്നി രാശിയിലെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരും, ഇങ്ങനെ ഈ 9 നക്ഷത്രക്കാർക്കാണ് പണം ധാരാളമായി വരാൻ പോകുന്നത്. ഇവർക്ക് 2024 പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഈ 9 നക്ഷത്രക്കാർക്കും വ്യാഴം അനുകൂലമായി നിൽക്കുകയാണ്. ഈ പറഞ്ഞ ധനമൊക്കെ വന്നു ചേരണമെങ്കിൽ ജ്യോതിഷത്തിൽ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സാധനങ്ങളൊക്കെ കടയിൽ വാങ്ങുമ്പോൾ ചിലപ്പോൾ പരസ്യത്തിൽ കണ്ടു കാണും,
നിബന്ധനകൾക്ക് വിധേയം അല്ലെങ്കിൽ കണ്ടീഷൻസ് അപ്ലൈ. അതുപോലെ ജ്യോതിഷത്തിലും നിബന്ധനകൾക്ക് വിധേയമായേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കൂ. അത് പ്രേക്ഷകർ മനസ്സിലാക്കുക. അല്ലാതെ വീഡിയോ കണ്ടിട്ട് എനിക്കിതൊന്നും നടന്നില്ല, പറയുന്നതെല്ലാം വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടരുത്. വീഡിയോ വ്യക്തമായി കണ്ട് അതിലെ ഉള്ളടക്കം മനസ്സിലാക്കുക. അപ്പോൾ ജ്യോതിഷത്തിലെ ഈ നിബന്ധനകൾക്ക് വിധേയം എന്നുള്ളത് എന്താണ്? നമുക്ക് അത് നോക്കാം. ഗോചരത്തിൽ ഈ പറഞ്ഞ 9 നക്ഷത്രക്കാർക്കും വ്യാഴം അനുകൂലമായി സഞ്ചരിക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് അനുകൂലമായ ദശാഭുക്തികാലവും നടക്കേണ്ടതാണ്. അതുപോലെ ജനനകാല ജാതകത്തിൽ വ്യാഴം അനുകൂല സ്ഥാനത്തുമായിരിക്കണം. വ്യാഴം അനിഷ്ട സ്ഥാനത്ത് നിൽക്കരുത്, നീചനാകരുത്. ഇങ്ങനെ എല്ലാം ഒത്തൊരുമിച്ച് വന്നാൽ മാത്രമേ പണം ധാരാളം വരൂ എന്ന് ഇവിടെ ഈ പറഞ്ഞ ഫലങ്ങൾക്ക് അർത്ഥമുണ്ടാകൂ. വ്യാഴം ഒരു ശുഭഗ്രഹമായതിനാൽ ചിലർക്ക് അനുകൂലമല്ലാത്ത ദശാകാലം നടന്നാലും കുറച്ചൊക്കെ ധനം വ്യാഴം തീർച്ചയായും നൽകുന്നതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് സാമാന്യ ഫലങ്ങളാണ്. ചിലർക്ക് ജാതകവശാൽ കോടീശ്വര യോഗവും ഉണ്ടാകും. ഈ കോടീശ്വരനാവുക എന്നൊക്കെ പറയുമ്പോൾ പണം കൊണ്ട് മാത്രമല്ല കോടീശ്വരനാകുന്നത്, പ്രതീക്ഷിക്കാതെ വളരെയധികം ഭൂസ്വത്തുക്കൾ ലഭിച്ചേക്കാം. ചിലർക്ക് പൂർവിക സ്വത്തും വീടും വാഹനവുമൊക്കെ ലഭിച്ചേക്കാം. മറ്റു ചിലർക്ക് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ഭീമമായ തുക ചിലപ്പോൾ തിരിച്ചു കിട്ടിയെന്നും വരാം. അപ്പോൾ ഇതൊക്കെ കോടീശ്വര യോഗമെന്നോ ധനയോഗമെന്നോ ഒക്കെ നമുക്ക് പറയാം. എന്തായാലും ഈ പറഞ്ഞ 9 നക്ഷത്രക്കാർക്കും ധാരാളം സമ്പത്തും സൗഭാഗ്യവുമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും 2024. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.